നോർമല്. റവ് നോർമലോ? എന്തൊക്കെയാ സ്വിച്ച്? ഇത് ഞാൻ പഠിക്കാം. റവ് ഇതാണ്ടോ? സോ നമ്മുടെ ഒരു സാധനമുണ്ട്, നമുക്ക് ഒരു സ്പെഷ്യൽ അൺബോക്സിങ്. ഇത്രയും വലുപ്പമുള്ള സാധനമാണ്, ഇത്രയും വലുപ്പമുള്ള സാമാനാണ്. നമുക്ക് പോവാം, വാ വാ വാ. ആ മാറ്റിക്കോ. ഇത്രയും വലിയ സാധനമാണ്. ബ്രോ കാറാണ്, ഇത് RC കാറാണ്. ഇങ്ങനെ കളിക്കണ കാറ്, കുട്ടികളെ കാറല്ലേ ഇത്. ഇത് വലിയൊരു കാറ്. ഇതാണ് ഇതിൻ്റെ കൺട്രോളർ. നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ആക്സലേഷൻ കൊടുത്തിട്ട് സാധനം. ഇതതിൻ്റെ ഇത് ബോംബ് പോലെ അല്ലേ സാധനം കാണാൻ? ബോംബ് പോലെ ഉണ്ട്. ഇതിന് ബാറ്ററി ആണ്. ദുബായിന്നൊക്കെ കണ്ടില്ലേ? ഉഫ്, അതേപോലെ ഉണ്ട്. ഉഫ്, ഇതിൻ്റെ ഇതൊക്കെ അടിഭാഗമൊക്കെ നോക്കിക്കോട്ടോ. ഇതൊരു ഈ സാധനം കണ്ടോ? ഉഫ്, ടയറിന് വലിപ്പം നോക്ക്, ടയറിന് വലിപ്പം. സസ്പെൻഷൻ നോക്ക്, ഈ സാധനം ആണോ? ഒമ്മേ, ഇതുണ്ടോ? ഇതുണ്ടോ മറ്റേ ഓഫ് റോഡ്? ഇതൊക്കെ ഓഫ് റോഡ് പറ്റിയ സാധനം. ഇതുണ്ടോ സസ്പെൻഷൻ? കണ്ടോ ഓരോ സൈഡും? നമ്മൾ പുതിയ വണ്ടി വാങ്ങിയാൽ അതിമത്തെ കവറ് ഞാൻ ബ്ലൂ പറഞ്ഞിരുന്നു. ഇതിന്റെ ഫ്രണ്ട്ലി സാധനം ഉണ്ടോ? മറ്റേ ഹുക്ക് മറ്റേ സാധനം. ഇതൊക്കെ വർക്ക് ചെയ്യുക. അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് ആ റിമോട്ട് കൺട്രോളറിൽ ഇതിൽ ഇതാ പറഞ്ഞു സെറ്റപ്പ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഈ സാധനം നമുക്കിങ്ങനെ കെട്ടി വലിക്കാൻ, ഓഫ് റോഡ് കയറാൻ, അങ്ങനത്തെ ഒക്കെ സാധനമാണ്. ഈ സാധനം വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു RC കാർ. ഡോറ് തുറക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെയാണ് വരുന്നത്. കറക്റ്റ് നീല കളറിൽ. ഞാൻ നീല കളറിനെ കിട്ടിയ കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ കറക്റ്റ് നീല കളർ തന്നെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സസ്പെൻഷനൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ RC കണ്ടതുണ്ടോ? ഇതുണ്ടോ ഓരോ സൈഡും ഓഫ് റോഡിങ്ങിന് പറ്റിയ സസ്പെൻഷൻ സാമാനങ്ങളാണ്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ RC പ്രാന്തന്മാർക്കൊക്കെ കറക്റ്റ് അറിയണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് RC കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ RC കാർസിൻ്റെ ഒരു ABC അറിഞ്ഞൂടാ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. സോ നമുക്ക് ഈ ഒരു വണ്ടി തന്നിരിക്കുന്നത് യൂക്ലിക് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജാണ്. സോ അവർ കുറേ കാലമായിട്ട് ഓൺലൈൻ സ്റ്റോർ നടത്തുകയാണ്. അവർ മെയിനായിട്ട് ഇതേപോലത്തെ RC കാർസ്, നമുക്ക് ഇത് മാത്രമല്ല പല ടൈപ്പുള്ള RC കാർസ്, അതേപോലെ തന്നെ ഡൈകാസ്റ്റ്, അതുപോലെ തന്നെ ടോയ്സ്, അങ്ങനത്തെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് സെല് ചെയ്യുന്ന ഒരു ടീമാണ്. സോ അവർ എനിക്കൊരു ടോയ് അയച്ചു തരട്ടെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബ്രോങ്കോ ഉണ്ടെങ്കിൽ മാത്രം അയച്ചു തന്നാൽ മതി. എനിക്ക് ബ്രോങ്കോ, കാരണം ഞാൻ ഗെയിമിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് GTFI എന്ന ഗെയിമിലെ എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് ഈ ബ്രോങ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബ്രോങ്കോ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് അയച്ചു തന്നാൽ മതി പറഞ്ഞിരുന്നു. അപ്പോൾ അവർ സ്റ്റോക്ക് ഔട്ട് ആയി ഉണ്ടായിരുന്നു, കാരണം ഇത് നല്ല മൂവിങ് സാധനമാണ്. അപ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ട് ആയി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കിട്ടിയ കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഗ്രീൻ ഇല്ല, ഈ ബ്ലൂ കളർ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് കിട്ടിയത് കൊള്ളാം. ഇതിൻ്റെ കളർ നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ട്. അപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ റീസെൻ്റ് AKFൻ്റെ പരിപാടിക്ക് പോയപ്പോൾ അവർ കാസർഗോഡുള്ള ടീമാണ്. അവർ കൊച്ചിയിൽ ഇപ്പോൾ പുതിയ ഷോപ്പ്, ഈ RC കാർസിൻ്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇതിൻ്റെ ഒരു ഓഫ്ലൈൻ ഷോപ്പ്. സോ അത് നമുക്ക് നേരിട്ട് അവിടെ പോയിട്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത്, നമുക്ക് ഇങ്ങനത്തെ വണ്ടി ഇതിൽ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അതായത് നമുക്ക് ഓൺലൈൻ ത്രൂ വാങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അവിടെ അവരുടെ ഷോപ്പിൽ പോയിട്ട് വാങ്ങാൻ പറ്റും. അത് സ്റ്റാർട്ട് ആയിട്ടില്ല, സൂൺ അത് സ്റ്റാർട്ട് ആകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ RC കാർസൊക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ അവരുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തൊക്കെ അങ്ങനത്തെ RC പ്രാന്തന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. വിഷയം വേണ്ടിയിട്ട് എനിക്ക് ഒന്നും പറയാനില്ല, കിടു സാധനം. ഇതിന് നല്ല വില ഉണ്ട്. എനിക്ക് എത്ര വില എന്ന് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ അവരോട് ചോദിച്ചോട്ടെ. നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കി നോക്കാം. വാഷിംഗ് മെഷീൻ കമ്പനിക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇപ്പമ്മക്ക് വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ കൊടുക്കുക. പക്ഷേ ഇപ്പോഴാണ് ശ്രദ്ധിച്ചേ, ഇതിൻ്റെ കണ്ണാടി ഫോൾഡബിൾ ആണ്. ഇതുണ്ടോ, രണ്ട് സൈഡും മിറേഴ്സ്. ഇങ്ങനെ ഈ കണ്ണാടി കറക്റ്റ് കണ്ണാടി തന്നെ. ഇതുണ്ടോ, നമ്മൾ വണ്ടി ഓഫ് റോഡൊക്കെ പോലെ അങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ടേ വലിയ സാധനം കേട്ടോ അല്ലേ, ഇത്ര ഉണ്ട് വലിപ്പം. ഇത് ഓഫ് റോഡിങ് വണ്ടിയാണ് ഈ ബ്രോങ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്, ഏതിലാണ് ബാറ്ററി ഇടേണ്ടത് ഒന്നും അറിഞ്ഞുകൊടുത്തത്, എങ്ങനെ ഓൺ ആക്കാതെ പോലെ എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് ബാറ്ററി. പക്ഷെ ഇത് എവിടെ കുത്തണ്ടേന്ന് കുറച്ചൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് മാനുവലൊക്കെ ഒന്ന് നോക്കി പഠിച്ചിട്ട് നമുക്കൊന്ന് ഓണാക്കാം. അതൊന്നല്ലേ, ഞാൻ മാനുവൽ നോക്കിയിട്ടേ ഒരു സാധനം കണ്ടുപിടിച്ച്. എങ്ങനെ അറിയോ, ഇങ്ങനെ പിടിച്ചാൽ ഇതുണ്ടോ, ഇവിടെ ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ ഊരി എടുക്കടോ. തൂക്ക് കണ്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബാറ്ററി ഉണ്ടല്ലോ, അപ്പം നല്ല ഫിറ്റുണ്ട്. ഓക്കെ, ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ സ്വിച്ച് ഓഫ് അല്ലേ.
കയറി 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 കയറി. ഓഫ്, ഏതാ കുഞ്ഞാപ്പിന്റെ മോട്ടിവേഷൻ. കയറി 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 കയറി. ഇനി ഈ സാധനം ചാർജ് ഉണ്ടോന്ന് പറഞ്ഞൂടാ. ഈ സാധനം തിരിച്ചു വെക്കുക. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ഓ, ടയർ വിഷയതൊക്കെ. ഇനി ഇതിൽ സ്വിച്ച് ഉണ്ട് ഓണാക്കാൻ. എവിടെ അറിയോ? എവിടെയെന്ന് എനിക്ക് പറഞ്ഞൂടാ, പക്ഷെ അതിലൊരു സ്വിച്ച് ഞാൻ കണ്ടെന്നാണ് അവർ പറഞ്ഞത്. ആ, ഇവിടെ 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 ഉണ്ടോ? ഇതൊക്കെ ഹായ്. ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നല്ലേ? ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ആക്ച്വലി. ഇവിടൊക്കെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്ന ഈ സാധനം കത്തുന്ന, ബാക്കിൽ ബ്രേക്ക് ലൈറ്റ്, ഇതൊക്കെ കത്തൂല്ലേ? ഞാൻ ഈ ലൈറ്റ് ഒന്നും ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കണ്ടല്ലേ സെറ്റപ്പ്. ഇവിടെ ലൈറ്റ് എത്തുന്നു, ഫ്രണ്ട് ലൈറ്റ് എത്തുന്നു, ഇവിടെ ലൈറ്റ് എത്തുന്നു. 4 ബാറ്ററി. ഇനി ഈ കൺട്രോളറിൽ 4 ബാറ്ററി വേണം. ഇതിലിപ്പോൾ 4 ബാറ്ററി ഇടണം. ഇതിപ്പോൾ പെയറിങ് ആവാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലിങ്ക് ആയി കത്തുന്നത്. അതായത് ഇതുമായിട്ട് പെയർ ചെയ്തിട്ടില്ല, കാരണം ഇതിൽ ബാറ്ററി ഇല്ല. ബാറ്ററി വാങ്ങാൻ വേണ്ടി നമ്മൾ ഡ്യൂക്കിൽ ബാറ്ററി ആക്കാൻ വേണ്ടി കുഞ്ഞാപ്പൻ്റെ കൂടെ പോയിട്ട് അപ്പോൾ എന്തായാലും പോകണമെങ്കിൽ മീൻ വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മീൻ വാങ്ങാണ്ടി നമ്മൾ എടുപ്പിക്കുക. സോ നമ്മുടെ ബാറ്ററി നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ താഴെ വെക്കാം, കാരണം എങ്ങാനും അറിയാണ്ട് കൺട്രോൾ എങ്ങാനും എങ്ങേറ്റേ പോയാൽ, കാരണം എനിക്ക് ഇതിൻ്റെ ഒരു കുന്ത് പറഞ്ഞുകൂടാ. അതിൽ ഓണാക്കി, ഇനി ഇതിലും ഓണാക്കാണ്ട്. അപ്പോൾ ഞാൻ ഓണാക്കി, ലൈറ്റ് എത്തി. അപ്പം തന്നെ പെയറായിട്ടോ, പെട്ടെന്ന് പെയറായി. ഓണാക്കി പെയറായി. റവ് നോർമലോ എന്തൊക്കെയാ സ്വിച്ച്? ഇത് ഞാനിവിടെ ഇരിക്കാം. റവ് ഇതാണ്ടോ? അയ്യോ ഞാൻ ഇവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടേ നോക്കുമ്പോൾ കൈ കെട്ടിട്ട് അറിയാണ്ട് പോയി. ഇതിന് ബ്രേക്ക് ചെയ്താ ഇത് നോക്ക്, ബാക്ക് വന്നു. ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ പിടിക്കൂലേ? ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ ആക്സിലേറ്ററാണ്. ഫ്രണ്ടിലോട്ട് അത് പിടിച്ചിട്ട് ബാക്കിലോട്ട് നീക്കിയാൽ റിവേഴ്സ്. ഇനി തിരിക്കാൻ ഇതായിരിക്കും. അതെ. പക്ഷെ ഇതെങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ കൊണ്ടാണോ തിരിക്കുക, അതോ മഴത്ത് നോക്കിയോ? ഇൻഡിക്കേറ്ററൊക്കെ തിരിയുമ്പോ എടുത്ത് കൊടു നോക്ക്. ഇൻഡിക്കേറ്ററൊക്കെ തിരിയുമ്പോ അമ്മോ, നീ ഇങ്ങോട്ട് തിരിഞ്ഞ് റിവേഴ്സ്. ചവിട്ടല്ലേ. ഈ സാധനം വെച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ, തിരിച്ചു കഴിഞ്ഞാൽ അമ്മോ ബാക്കിൽ തിയേറ്റർ ഉണ്ടോ? ഇതെങ്ങനെ കൈയിൻ്റെ സെറ്റപ്പ് എങ്ങനെ പിടിക്കേണ്ടത് മനസ്സിലായി. ഇങ്ങനെയാണോ, ഇങ്ങനെ പിടിച്ചിട്ടാണോ, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇനി അടുത്ത സാധനങ്ങൾ നോക്കാം. ലൈറ്റ് എന്താ ഓഫായോ? ഓക്കെ, ലൈറ്റ് ഓഫായി. ലൈറ്റ് ഇത് ഓണ്, സ്റ്റേബിള് ഓഫ്. ഇത് ഹെഡ്ലൈറ്റിന് മാത്രമല്ലേ? ട്രസ്റ്റ് ആവുമ്പോൾ എന്താ ത്രസ്റ്റ് ആവ്. ഓട്ടോമാറ്റിക്കായിട്ട് പോവാന്. ഇതിൻ്റെ ഒരു ബട്ടൺ പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടല്ല കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഞാൻ ഞെക്കിയാലും ഇല്ലേലും പോകും. ഒരു ബട്ടൺ ഉണ്ട്, ചുവന്ന ബട്ടൺ ഉണ്ട്. ഇത് എന്തിനുള്ള മനസ്സിലാവുന്നില്ലല്ലോ കുറച്ചവരെ. അയ്യോ, ഇനി ഇതിൽ ST റവ് ഉണ്ട്. എന്താ നോക്കട്ടെ, എന്താ കുഞ്ഞ. അയ്യോ സ്വിച്ച് എവിടെ? ഇതിന്റെ ബട്ടൺ എവിടെ? അയ്യോ, അയ്യോക്കല്ലേ. അയ്യോ, ഇതിന്റെ ബട്ടൺ എവിടെ? അയ്യോ, സ്വിച്ച് എവിടെ? ഓഫാക്കി. അയ്യോ, അതെങ്ങാനും വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ പോയി അടിച്ചാണ്. ഇത് പിന്നെ സോഫയമ പോയിട്ട് അടിച്ചോണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ് ഉണ്ടല്ലോ. ഇതിൽ പിന്നെ ഈ സട്ടനൊക്കെ നിൽക്കുക എന്തൊക്കെയോ ആവട്ടോ.
സെറ്റപ്പ് ഇതിനാണ് ആക്ച്വലി. സെറ്റപ്പ് നോക്കി കഴിഞ്ഞാൽ ഈ സാധനം വരാനാണ് സെറ്റപ്പ്. പക്ഷെ ഇപ്പല്ല, ഞാൻ ഇതൊന്ന് പഠിക്കട്ടെ, ഇതിൻ്റെ യൂട്യൂബ് എന്തെങ്കിലും നോക്കിയിട്ടേ കൺട്രോൾ നോക്കി പഠിക്കട്ടെ, അല്ലെങ്കിൽ സാധനം ഇപ്പോൾ എവിടെ കൊണ്ടുപോയി അലക്കും. സോ നമുക്ക് ഇപ്പമ്മ വന്നിട്ടുണ്ട്. ഇപ്പമ്മ പുറത്ത് വയ്ക്കായിരുന്നു. അപ്പോൾ ഇപ്പമ്മക്ക് വേണ്ടിയിട്ട് നമുക്ക് സാധനം ഓണാക്കി കാണിച്ചു കൊടുക്കാം. ഇപ്പമ്മ ഓൺ. ഇല്ല, ഇത് ഓഫ് റോഡ് വണ്ടിയാണ്. ഇത് എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓണാക്കാം. എന്നിട്ട് ഇതിൻ്റെ കൺട്രോളർ ഉണ്ട്, കണ്ടോ? അവറ്റകൾ പേടിക്കുന്നത്. ഞാൻ പതുക്കെ ദേ കുഞ്ഞാപ്പോ ഇത് ഡ്രിഫ്റ്റ് ചെയ്യുന്ന വണ്ടിയല്ല. അവറ്റകൾ പേടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരാൾ നോക്കുമ്പോൾ ഇതൊക്കെ 4 എണ്ണം വന്ന് നോക്കുന്നു. ഇതെന്താ സാധനം വെച്ചിട്ട്. കുറച്ച് ഫ്രണ്ട് ഓക്കെ, ഞാൻ ഹൈ ഗിയർ ഇട്ടോക്കട്ടെ. സ്പീഡ് കൂടിയില്ലേ? ചോറ് കഴിച്ചില്ല. പക്ഷെ ഇത് കുഴപ്പമില്ല, ഇത് എന്തായാലും ഓഫ് റോഡ് വണ്ടിയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് സ്ക്രാച്ച് ഒക്കെ ആവും. പിന്നെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതാവും ഇതൊക്കെ. കാരണം അത് പെട്ടെന്ന് അത്ര ഗിയറിൽ സ്പീഡിൽ തിരിക്കാൻ പാടില്ല, കാരണം അത്രയും പവർ സാധനം. നമുക്കിത് പച്ച ബ്രൗൺ ആക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് റൂഫ് ബ്ലാക്ക്, ഇത് ഫുൾ പച്ച, ഈ ബ്ലൂ ഉള്ളിടത്ത് ഫുള്ള് നമ്മുടെ ഗെയിമിലത്തെ പച്ച, ഈ ഗ്ലാസ് ഫുള്ള് നമുക്ക് കൂളിങ് ഒട്ടിച്ചിട്ട് ഫുൾ ബ്ലാക്ക്. നല്ല രസം ഉണ്ടാവില്ലേ? അടുത്ത നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലായിടത്തും ഇടില്ല, നമുക്കിത് പച്ച റോങ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി താത്ത വന്നിട്ട് താത്താക്ക് കാണിച്ചു കൊടുക്കാം. അതേ 100 വയസ്സ്. അയ്യോ, വണ്ടി എടുത്ത് ഇതേ താത്താൻ്റെ കൊല്ലടാ ഉള്ളത്. ഓക്കെ, വണ്ടി ഇടിക്കല്ലേ. അയ്യോ താത്താക്ക് 100 വയസ്സ്. താത്ത സാധാരണ 6:00 എത്താൻ ഇപ്പോൾ 5:30 എത്തി. കൊല്ലട ശരി. അത് അങ്ങനെ ഒന്നും കിട്ടൂല മോളെ, അതൊക്കെ ബട്ടനാ. ഈ സെറ്റപ്പ് ഇല്ലേ, അത് ഞെക്കി കഴിഞ്ഞാൽ വരുന്നുണ്ടോ? കണ്ടോ? അത് ഇനി ഒരെണ്ണ ഞെക്കി പിടിക്കണം, അപ്പോഴേ നിൽക്കുള്ളൂ. ഇപ്പം നിന്ന് ഇനി നമുക്ക് ഇഷ്ടമുള്ളത് ഹുക്കിൽ വലിക്കുക. ഇനി അതേപോലെ തിരിച്ചു പോകാൻ പിന്നെ ഞെക്കി പിടിക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ബാറ്ററിയിൽ സാധനം കയറി പോകും. കേട്ടോ, കണ്ടോ? പിന്നെ ഇത് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഉണ്ടോ? ഇതുണ്ടോ? ഇൻഡിക്കേറ്റർ ഉണ്ടോ? ലൈറ്റ് അതുണ്ടോ? വെളിച്ചാണ്ട് കാണുന്നു. ഉണ്ടോ? ലൈറ്റ് ഉണ്ടോ? ടയർ ഇതിനനുസരിച്ചിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമാണ്. നമ്മളിതിൽ എവിടെയും ഓഫ് റോഡ് നമ്മൾ എവിടെ ഇറക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇവിടുത്തെ മുറ്റത്തെ ടൈൽസിൽ മാത്രമായിട്ട് ഓടിച്ചിട്ടുള്ളൂ. സോ അടുത്ത വീഡിയോ വരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസും അല്ലെങ്കിൽ നമുക്ക് റൂട്ട് കൂടിയും മണ്ണിൽ കൂടിയും മറ്റേ പുല്ലുകൂടിയും കാട്ടുകൂടൊക്കെ ഓടിച്ചിട്ടുള്ള നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ നമുക്ക് ഇതിൻ്റെ ഒന്ന് പഠിച്ചതിന് ശേഷം ചെയ്തു തരാം. ഓക്കെ, സോ ഇങ്ങനത്തെ RC കാർസ് അല്ലെങ്കിൽ റോളേഴ്സ് നിങ്ങൾക്ക് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ.